പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ചെറിയ രീതിയിൽ പറയുന്നത്. വലിയ രീതിയിൽ പറഞ്ഞാൽ ദിവസങ്ങളും മാസങ്ങളും പറയാനും മാത്രമുള്ള വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1 തിരുവചനം, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 1988 മെയ് മാസം 2ാമത്തെ ആഴ്ചയിൽ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ യേശു എൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചാച്ചനോട് പറയാം, ഒരു സന്യാസ സമൂഹത്തിൽ കൊണ്ടുപോയാക്കുക. ഈശോ പറഞ്ഞ ആ കാര്യം ഞാൻ ചാച്ചൻ്റെ അടുത്ത് അറിയിച്ചു. എന്നെ അധികം താമസിക്കാതെ സന്യാസ സമൂഹത്തിലേക്ക് ഈശോ നയിച്ചു. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 തിരുവചനം, കർത്താവ് അബ്രാഹത്തിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. പ്രിയ സഹോദരങ്ങളെ, 1988 ഏപ്രിൽ മാസത്തിൽ ഡിവൈൻ മുരിങ്ങൂര് വിൻസെഷൻ വൈദികർ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വന്നൊരു പോപ്പുലർ മിഷൻ ധ്യാനം നടത്തി. എൻ്റെ ഇടവക തലശ്ശേരി രൂപത ആലക്കോട് കുറവന മണക്കട ഇടവക ദേവാലയത്തിൽ തോമാസ് ലീഗയുടെ പള്ളിയിലാണ് എൻ്റെ ഇടവക. അവിടെ ഈ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പം 5ാമത്തെ ദിവസം എനിക്കൊരു ദൈവാനുഭവം ഉണ്ടായി. കർത്താവ് എന്നോട് പറയുകയാണ്, അധികം താമസിക്കാതെ ഈ ദേശത്തുനിന്നും ദൂരെ മറ്റൊരു ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകും എന്നാണ് അപ്പോൾ എന്നോട് സംസാരിച്ചത്. ഉൽപ്പത്തി 12:1 പറഞ്ഞ വചനപ്രകാരം എന്നെ ഈശോ നയിച്ചു. ഞാൻ ചങ്ങനാശ്ശേരി സന്യാസ സമൂഹം FCC ഗവൺമെൻറ്റിൽ ഈശോ എന്നെ ആക്കി. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 3 തിരുവചനം, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ അവിടെ നിർത്തി കർത്താവ് പ്രായത്തിലും കൃപയിലും വളർത്തി 2003 ഫെബ്രുവരി 8 മുതൽ ഞാൻ സുവിശേഷ ശുശ്രൂഷയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു ഡയറക്ടറിനോടൊപ്പം ശുശ്രൂഷയിൽ ഈശോനെ ആക്കി. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ സുവിശേഷ ശുശ്രൂഷ ഡയറക്ടറിനോടൊപ്പം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 11 തിരുവചനം, നിന്നെ രക്ഷിക്കുവാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. 1988 മുതൽ ഈശോ വിളിച്ചെന്നെ കൊണ്ടുപോരുമ്പോൾ ഇന്നുവരെയും ദൈവത്തിൻ്റെ സംരക്ഷണ പരിപാലനയാണ് ഞാൻ നയിക്കപ്പെടുന്നത്. കാത്തു സംരക്ഷിച്ച് ദൈവം എന്നെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നു. യേശു കരുതുന്ന ഒരു ദൈവമാണ്, നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ്. കാണപ്പെടുന്ന മാതാപിതാക്കളെക്കാൾ ഉപരി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി നയിക്കുന്ന ഒരു ദൈവം യേശു നമുക്ക് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സംരക്ഷണ പരിപാലനയിലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 26 വചനം, എന്നെ ശുശ്രൂഷിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 26 വചനം, എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും പിതാവ് ബഹുമാനിക്കും. അത്രമാത്രം വിലയോടുകൂടിയാണ് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് കാണുന്നത്. അപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷിക്കാനൊരു കാരണമുള്ളത് ഇതാണ്, പിതാവ് നമ്മളെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിന് ഏറ്റവും സന്തോഷകരമായ കാര്യം. പുറപ്പാടിൻ്റെ പുസ്തകം 9 അധ്യായം 16 വചനം, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുന്നതിനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആയുസ്സും ആരോഗ്യവും നിലനിൽക്കുമ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലുള്ളവർ എന്തിനാണ് എന്ന് കർത്താവിടെ വചനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, അതിനുവേണ്ടിയാണ് നമുക്ക് ആയുസ് നീട്ടിത്തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ കർത്താവിനോട് ചേർന്നുള്ള ശുശ്രൂഷ ജീവിതത്തിൽ നമ്മൾ തൽപരരായിരിക്കാനും നമ്മൾ ഈ വചനം
നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 6 വചനം. എൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തേണ്ടതിന് ഞാൻ നിന്നെ ലോകത്തിന് പ്രകാശമായി നൽകും. കർത്താവിൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് കർത്താവ് നമ്മളെ പ്രകാശത്തിലൂടെ നയിക്കുന്നു. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ്. സങ്കീർത്തനം 34:5 പറയുന്നുണ്ട്, അവരെ നോക്കിയൊരു പ്രകാശമായ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലാണ് ഓരോ ശുശ്രൂഷകരും നിലകൊള്ളുന്നതും ശുശ്രൂഷാ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും. എത്ര മഹത്തായ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 17 തിരുവചനം. ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. കർത്താവ് നമ്മളെ വിളിക്കുകയും നമുക്ക് കൃപകളൊക്കെ നൽകി ഉയർത്തി ശുശ്രൂഷയെ നിലനിർത്തുകയും ചെയ്യുന്ന നല്ല ദൈവത്തിനോടുകൂടെ, യേശുവിനോടുകൂടി നന്ദിയോടുകൂടി കർത്താവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ നല്ല താല്പര്യരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടുകൂടി ഈ കാലങ്ങളിൽ നമുക്ക് കർത്താവിനോടെ ആയിരിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 4:2. അത്യുന്നതനായ ദൈവം എനിക്ക് അറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസ്താവിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ കാലങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ, വലിയ വലിയ ദൈവിക ദർശനങ്ങളും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളും ഇടപെടലുകളും ലൂടെയാണ് കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 17-18 വചനം. വിശ്വസിക്കുന്നവരോട് ഈ അടയാളമുണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു വിളിച്ച കാലം മുതൽ ശുശ്രൂഷ ജീവിതത്തിൽ ഈ വചനത്തിൽ പറഞ്ഞതുമാതിരി കർത്താവായ യേശു ശുശ്രൂഷയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷമുള്ള ശുശ്രൂഷ, ദൈവത്തിൻ്റെ അത്ഭുതമായ ഇടപെടലുള്ള ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ശുശ്രൂഷ സംബന്ധിക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ട് നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയിൽ നിലകൊള്ളുന്നതിനോർത്ത് നന്ദി പറയും, സന്തോഷമുണ്ട്. എല്ലാ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും കർത്താവിൻ്റെ വിളിക്കും കർത്താവിൻ്റെ സംരക്ഷണയും പരിപാലനയും നയിക്കപ്പെടുവാനും കർത്താവ് ഭൂമിയിൽ ലോകമെങ്ങും പോയി എല്ലാവരെയും സുവിശേഷം അറിയിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 1 തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും വേണ്ടി അവരെ ദൈവം അയച്ചു, ശിഷ്യന്മാരെ അയച്ചു. ആ ദൈവം അന്നും ഇന്നും സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു.